വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് 2023 ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ പടമാണ് ഞാൻ ഇന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പെട്ടെന്ന് ഒഫൻഡഡ് ആവുന്ന ആൾക്കാർ മാക്സിമം അത് കാണാതിരിക്കുക. ഈ വാണിംഗ് കിട്ടിയതിന് ശേഷവും നിങ്ങൾ ഒഫൻഡഡ് ആവുകയാണെങ്കിൽ ആനിമൽ. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള രൺബീർ കപൂർ എന്ന് പറയുന്ന ആക്ടറും എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം മേക്കർ ആയിട്ടുള്ള സന്ദീപ് റെഡ്ഡി വാങ്ങുകയും ചേർന്ന് തന്ന എന്റെ ബർത്ത്ഡേ പ്രസന്റ് ആണത്. അതെ, എന്റെ ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പാണ് ഈ പടം ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇവരെനിക്ക് തന്നൊരു ബർത്ത്ഡേ പ്രസന്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും ആ പടത്തിനെ കാണുന്നത്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നല്ല. എന്തുകൊണ്ടാണ് ഈ പടത്തിന് ഇത്രയധികം ക്രിറ്റിസിസം കിട്ടാൻ കാരണം? A സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് 3.5 മണിക്കൂറിനടുത്ത് പടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആൾക്കാരെ ഇഷ്ടപ്പെട്ടു? ആ ടൈമില് ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ പടമായിരുന്നത് നിയർലി 1000 കോടിയുടെ ബിസിനസ് നടന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്തുകൊണ്ട് എനിക്ക് ഈ പടം വളരെ കണക്ട് ആയി വളരെ ഇഷ്ടപ്പെട്ടു? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആനിമൽ എന്ന് പറയുന്നതോടെ എത്രയൊക്കെ പ്രോബ്ലമാറ്റിക് ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ക്രിറ്റിസിസം അതിന് കിട്ടിയാലും ഇറ്റ്സ് എ മാസ്റ്റർ ക്ലാസ് ഫിലിം. ആ സിനിമേനെ ഒരുപാട് പേര് ഇത്രയും വർഷമായിട്ട്, ഇപ്പോൾ 1 വർഷമായി റിലീസായിട്ട് ഇത്രയും നാളും ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പടത്തിന്റെ അകത്ത് ക്രാഫ്റ്റ് ആരും അതിനെ പറ്റി പറയുന്നില്ല. ആദ്യം തന്നെ ഏകദേശം 3.5 മണിക്കൂറിന്റെ ഈ പടം രാവിലെ കാണാൻ പോയിട്ട് ഞാൻ ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. പക്ഷെ എന്തുകൊണ്ടാണ് സന്ദീപ് റെഡ്ഡി വാങ്ക അത്രയും ഡ്യൂറേഷൻ ആ പടത്തിന് കൊടുത്തത്? അതിന്റെ പിറകിൽ ഒരു റീസൺ ഉണ്ട്. ഏതൊരു ഇൻഡസ്ട്രിയിലെ ഏതൊരു ഡയറക്ടർ ആണെങ്കിലും ഈ പടം മിക്കവാറും കട്ട് ചെയ്തിട്ടായിരിക്കും, ക്ലാപ്പ് ചെയ്ത് ഏകദേശം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറിൽ ഒതുക്കിയിട്ടായിരിക്കും ഈ പടം കൊണ്ടുവരാം. കാരണം ഇപ്പോഴത്തെ ഓഡിയൻസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. ഈ ഫോൺ വന്നതിന് ശേഷം നമ്മളുടെ അറ്റൻഷൻ എവിടെയോ ഉറച്ചു വെക്കില്ല. എന്നിട്ടും സന്ദീപ് റെഡ്ഡി വാങ്ക ആ പടം ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല ടൈം എടുത്ത്, ആ വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല ടൈം എടുത്തിട്ട് ഒന്നും കട്ട് ചെയ്യാതെ അത് വർക്ക് ആവുന്നു തന്നെ 100% വിശ്വസിച്ച് 3.5 മണിക്കൂർ ആ പടത്തിന്റെ ഡ്യൂറേഷൻ വെച്ചത് ശരിക്കും ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആണ്. അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആനിമൽ എന്ന് പറയുന്ന പടത്തിന് ആ ഒരു ക്വന്റിൻ ടാരന്റിനോ ടച്ച് ഉണ്ട്. പോരാത്തതിന് അത് മഹാഭാരത്തിൽ നിന്നും അതുപോലെ തന്നെ ഗോഡ് ഫാദറിൽ നിന്നും വളരെ ഹെവിലി ഇൻസ്പയർഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. Very organically because I saw Godfather some 30-40 times. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ്. ഏകദേശം 1-2 വർഷത്തിനുള്ളിലാണ് പുള്ളി ഈ സാധനം എഴുതിയെന്ന് തോന്നുന്നു. ഇതിന്റെ എല്ലാ ഗുണവും ഈ പടത്തിലുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടു നോക്കൂ. ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ, അതായത് നമ്മുടെ ഹീറോയ്ക്കോ അല്ലെങ്കിൽ വേറെ ആർക്കൊക്കെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അതിനെപ്പറ്റി വേറെ സൈഡ് ക്യാരക്ടേഴ്സ് ഇരുന്ന് സംസാരിക്കുന്നതോ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. बंदी को मिक्स्ड फ्रूट जूस पिला रहा है, वो भी अपने हाथों से. There is no redemption for what he has done. നിങ്ങൾ ഏത് കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളത്? ഇത് വെറുതെ ചുമ്മാ ഇട്ടിരിക്കുന്നതല്ല. ഇത് ആ ഒരു വേൾഡ് ബിൽഡിങ്ങിനെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കും. പിന്നെ ആ ഒരു സ്റ്റോറി അൺഫോൾഡ് ചെയ്യാണ് നമ്മുടെ ടാരാന്റിനോ പടങ്ങളിൽ ചെയ്യുന്ന പോലെ. നിങ്ങൾ ഇപ്പോഴത്തെ ഏത് സിനിമയിൽ വേണമെങ്കിലും നോക്കിക്കോ, ഒരു പോയിന്റ്, ഒരു കഥ പറയാണ്. ഒരു സംഭവം ഇങ്ങനെ നടന്നു, പിന്നെ അടുത്ത സംഭവം ഇങ്ങനെ നടന്നു എന്ന് ഡയറക്റ്റ് ആയിട്ടാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. രൺവിജയ്ക്ക് ലിറ്ററലി ഒരു ഐഡിയയും ഇല്ല. ആ ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു മൂല എത്തുന്നവരെ ഒരു ഐഡിയയും ഇല്ല ആരാണ് വില്ലൻ, ആരാണ് ഈ പുള്ളിയുടെ അച്ഛനെ കൊല്ലാൻ വരുന്നതെന്ന്. അതൊക്കെ പോട്ടെ, രൺവിജയ് ഗീതാഞ്ജലിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന ഒരു സീനുണ്ട് ഒരു സ്റ്റെയർ കേസിന്റെ അവിടെ വെച്ച്. ഇതില് രൺവിജയ് ഗീതാഞ്ജലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ അച്ഛനെ ആരെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് ഇതുപോലെ കൊല്ലാൻ വന്നാൽ നീ അവനെ കൊല്ലില്ലേയും. പിന്നെ രൺവിജയ് പറയുന്നുണ്ട്, ഞാനൊരു യുദ്ധം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. എങ്ങനെയാണോ കാലാകാലങ്ങളായിട്ട് മനുഷ്യന്മാര് ചെയ്യുന്നത് അതുപോലെ. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, നിങ്ങളോട് എന്താണ് ഈ സീൻ പറയാൻ വരുന്നത്? രൺവിജയ് സിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പക്ക ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ആളാണ്. അതെങ്ങനെയാണ് സന്ദീപ് റെഡ്ഡി വാങ്ങ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? രൺവിജയുടെ തോട്ട്സ് പറയിപ്പിച്ചിട്ട്. ഈ ഒറ്റ സീൻ മതി സന്ദീപ് റെഡ്ഡി വാങ്ക എത്ര നല്ല റൈറ്ററാണ്, അതുപോലെ തന്നെ ഡയലോഗ് റൈറ്ററാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടർ എടുത്തേക്കാണെങ്കിൽ രൺവിജയുടെ ക്യാരക്ടർ എന്ത് പറയും? ഞാൻ ആനിമലാന്ന് ഡയറക്ടറായിട്ട് അങ്ങോട്ട് പറയും, ഞാൻ ആരെയാണെങ്കിലും കൊല്ലും. ഇതൊക്കെ ആയിരിക്കും അവിടുത്തെ ഡയലോഗ്സ്. പിന്നെ രൺവിജയ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇറ്റ്സ് ആൻ ആനിമൽ. രൺവിജയ് സിംഗ് പുള്ളിക്കാരൻ ഇഷ്ടമുള്ള എന്തിനെ വേണമെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അതും ലോ ആൻഡ് ഓർഡർ ഒന്നും പുള്ളിയുടെ മൈൻഡിലേ പെടില്ല. അതിന് രൺവിജയ്ക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷനും ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ജസ്റ്റ് പിക്ചർ യുവർ സെൽഫ്. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണ്, നിങ്ങളുടെ ഫാമിലി എല്ലാവരും കിടന്നുറങ്ങി, ഇപ്പൊ നിങ്ങൾ മാത്രമേ രാത്രി ഉണർന്നിരിക്കുന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഈ തൊട്ടടുത്തിറങ്ങിയ കുറുവാ സംഘം പോലത്തെ ഒരു സംഘം നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നത്. ചിലപ്പോൾ അവരൊരു 10-12 പേരുണ്ടാവും. നിങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ കൽപ്പുള്ള ഒരാളായിട്ട് അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പോലെ പോലീസിനെയും പട്ടാളത്തിനൊക്കെ വിളിക്കാൻ നിന്നാലും അവർ വരാൻ ടൈം എടുക്കും. അതിനുള്ളിൽ ഇവർ നമ്മളെയൊക്കെ അടിച്ച് തല്ലി കൊന്നു കളഞ്ഞിട്ട് ചിലപ്പോൾ പോവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് അവിടെ നെസസറി?
രൺവിജയ് സിംഗ് ഇതിൽ പറയുന്ന പോലെ ലോ ആൻഡ് ഓർഡർ അത് കുറച്ച് നേരത്തേക്ക് നമ്മൾ മറക്കേണ്ടി വരും. അവിടെ നമുക്ക് ആവശ്യം നമ്മുടെ ആനിമലിസ്റ്റിക് നേച്ചറാണ്. വർഷങ്ങളായിട്ട് ആദിമ മനുഷ്യന്റെ കാലം തൊട്ട് നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു വയലൻസ് ആണ് നമുക്ക് അവിടെ ആവശ്യം. ആരെ തല്ലിയിട്ടായാലും വേണ്ടില്ല, കൊന്നിട്ടായാലും വേണ്ടില്ല, നമ്മുടെ ഫാമിലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ, നമ്മുടെ ജീവൻ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അത് തന്നെയാണ് ഈ പടത്തിൽ രൺവിജയ് സിംഗും ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ നെസസറി ആവുമ്പോഴേ അത് ചെയ്യുള്ളൂ. പക്ഷെ പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി നാച്ചുറലി എങ്ങനെയാണ്. പിന്നെ ഈ പടം ജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മാസ്റ്റർ പീസ്. ഓഫ് കോഴ്സ് മാസ് മസാല സിനിമകളിലൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു പടം കൂടെയാണ്. ആൻഡ് ആ ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ് ഈ പടം നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ, ഞാൻ വലിയ സൈക്കോളജിക്കൽ സ്റ്റുഡൻ്റ് ഒന്നല്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാർ ഇനി എത്ര കൊല്ലം 10,000-10,000 കൊല്ലം സിവിലൈസ്ഡ് ആയാലും, നമ്മൾ എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും, നമ്മുടെ ഉള്ള ആ ഒരു ടോക്സിസിറ്റി ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ആ ഒരു പണ്ടത്തെ ആദിമ മനുഷ്യൻ്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ തന്നെ നോക്കുക, വളരെ പണ്ട് ആദിമ മനുഷ്യൻ്റെ ഒക്കെ ടൈമിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഏറ്റവും വീരൻ എന്ന് പുള്ളിക്കാരിക്ക് തോന്നുന്ന ഒരാളാണ് പുള്ളിക്കാരി സെലക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി തമ്മിൽ തല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ സംഭവം ഇന്നും നടക്കണില്ല. വേറൊരു ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോ, ഒരു സ്ത്രീ ഒരു പുരുഷനെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവളുടെ മൈൻഡിൽ ചില സംഭവങ്ങൾ ഉണ്ടാവും. ഇന്ന ആളായിരിക്കണം, ഇത്ര സംഭവങ്ങളൊക്കെ വേണം എന്നൊക്കെ. അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലവർക്കൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്കാരെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് വേറെ രീതിയിൽ. പക്ഷെ അതൊന്നും മാറിയിട്ടില്ല. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റും കൂടെയാണ് ഈ പടം സക്സസ് ആവാനുള്ള ഒരു കാരണം ഇതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ സോ കോൾഡ് പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എല്ലാത്തിലും ഇതുണ്ട്, ടോക്സിസിറ്റി ഉണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം വി ആർ ഹ്യൂമൻസ്. പിന്നെ നമ്മുടെ ആനിമൽ ഇത്രയും എൻഗേജിങ് ആവാനുള്ള കാരണം വേറൊരു സംഭവം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പടം കാണെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ പറ്റിയായിരിക്കും ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ കില്ലിംഗ് ജീജ എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ രൺവിജയ് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ രശ്മിക പുറകെ നിന്ന് വരുന്നുണ്ട്. ഒരുമാതിരി ഡ്രസ്സൊക്കെ ഇട്ടുണ്ടാണ് പുള്ളിക്കാരി വരുന്നത്. അപ്പോൾ എന്താണത്, ഫാൻസി ഡ്രസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് രൺവിജയ് സിംഗിന്റെയും ഗീതാഞ്ജലിയുടെയും കറന്റ് മാരേജൽ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. അവരുടെ ആ ഒരു മാരേജ് അത്ര സുഖമായിട്ടല്ല പോണെന്നാണ് ആ ഒരു സീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ രൺവിജയുടെ ചേച്ചി അങ്ങോട്ട് വരികയാണ്. പോരത്തേന് ജീജാജിനെ ഇങ്ങനെ കാണണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഒരു കാര്യമല്ല, ഒരു ആസ്പെക്റ്റിനെ പറ്റിയല്ല, പല ആസ്പെക്റ്റിനെ പറ്റിയും ഒരു സീനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അനിമൽ ഇത്രയും ഇഷ്ടമാവാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് അനാലിസ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നത് രൺവിജയ് സിംഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ഏതൊക്കെയോ ഒരു ആസ്പെക്റ്റിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു മോശമായിട്ടുള്ള രീതിയിലൊന്നല്ല, ബട്ട് എൻ്റെ ഫിലോസഫീസും പുള്ളിയുടെ ഫിലോസഫികളും പലതും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ വേ രൺവിജയ് ടോക്സ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രൺവിജയ് സിംഗ് സംസാരിക്കുന്ന രീതി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഹിസ്റ്ററി മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ പുള്ളിയുടെ തന്നെ ഏതെങ്കിലും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞിട്ടായിരിക്കും ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിന്ന ആൾക്കാരോട് കോൺവെർസേഷൻ തുടങ്ങുന്നതും. പോരാത്തതിന് ആ ഒരു പുള്ളി ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് കൺവിൻസ് ആക്കുന്നതും. നിങ്ങൾ ഈ വീഡിയോ ഫുൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനും ഏകദേശം റിയൽ ലൈഫിൽ സിമിലർലി ആണ് ടോക്ക് ചെയ്യുന്നത്. ഞാനും ഇതുപോലെ സംസാരത്തിന്റെ ഇടയിൽ ഹിസ്റ്ററി ഒരുപാട് റെഫറൻസ് ഇടുന്ന ആളാണ്. പിന്നെ ഞാനിതുപോലെ ഒരു സ്റ്റോറി ഈ വീഡിയോയിൽ തന്നെ എടുത്ത് നോക്കാം. കുറച്ചു നേരം മുമ്പ് പിക്ചർ യുവർസെൽഫ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനും രൺവിജയ് സിംഗും ഏകദേശം ഒരു സിമിലർ പാറ്റേണിലാണ് സംസാരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരുടെയും പോലെ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ പലർക്കും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ ആരും മടിക്കില്ലല്ലോ.